എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കർക്കടക മാസം 10-ാം തീയതി. രാമായണ പാരായണത്തിൽ അയോധ്യാകാന്ഡം തുടരുന്നു. ആദ്യം ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി ഗോകുലം. ശ്രീ പാർവതി പരമേശ്വരാഭ്യാം നമഃ. ശ്രീ ഹരേ നമഃ. ശ്രീ മഹാഗണപതയേ നമഃ. ശ്രീ സരസ്വത്യൈ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാവതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമചന്ദ്രായ നമഃ. അയോധ്യാകാന്ഡത്തിൽ ഭരതന്റെ വനയാത്ര തുടരുന്നു. ചിത്തേ നിനക്കിതു തോന്നിയതത്ഭുതമുത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ. സാധുക്കളേവം പുകഴ്ത്തുന്ന നേരമാദിത്യദേവൻ ഉദിച്ചു ഭരതനും ശത്രുഘ്നനോടു കൂടെ പുറപ്പെട്ടിതു. തത്ര സുമന്ത്ര നിയോഗേന സൈന്യവും സത്വരം രാമനെ കാണാൻ നടന്നിതു. ചിത്തെ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജധാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നിതു. താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവൃന്ദേന സാഗം പുറപ്പെട്ടു. ഭൂമി കിളർന്നു പൊങ്ങിയിടും പൊടികളും വ്യോമനീ ചെന്നു പരന്നു ചമഞ്ഞിതോ. രാഘവാലോകനാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും. ശൃംഗിവേരാഖ്യപുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നിരുന്നു പെരുമ്പട. കേകയ പുത്രി സുതൻ പടയോടുമിങ്ങാഗതനായതു കേട്ടു ഗുഹൻ തഥാ. ശങ്കിത മാനസനായി വന്നു തന്നെ കിങ്കരന്മാരോടു ചൊന്നാനതു നേരം. ബാണചാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും. ഞാനങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ടു വൈകിടാതെ. അന്തികെ ചെന്നു വന്ദിച്ചാൽ അവനുടെ അന്തർഗതമറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോടു വിരോധത്തിനെങ്കിലോ പോകരുതാരും ഇവരിനി നിർണയം. ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്കേതും വിഷാദവും കൂടാതെ. ഇത്തം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കൽക്കൽ നമസ്കരിച്ചിടിനാൻ. നാനാവിധോപായനങ്ങളും കാഴ്ചവെച്ചാനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ. ശ്രീരാംബകം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തമനാരതം. ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവര സോദരം സാനുജം. മാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹൻ തഥാ. ഭൂമിയിൽ വീണു ഗുഹോഹമിത്യുക്ത്വാ പ്രണാമവും ചെയ്തു ഭരതനു മന്നേരം. ഉത്ഥാപ്യ ഗാഠമാലിംഗ്യ രഘുനാഥ ഭക്തം വയസ്യ മനാമയ വാക്യവും ഉക്ത്വാ
ഗുഹനോടു പിന്നെയും ചൊല്ലിനാൻ ഉത്തമ പുരുഷോത്തം സരത്നം ഭവാൻ. ആലിംഗനം ചെയ്തുവല്ലോ ഭവാന് ലോകാലംബന ഭൂതനാകിയ രാഘവൻ. ലക്ഷ്മി ഭഗവതി ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കും അതോർക്ക നീ. ധന്യനാകുന്നതു നീ ഭുവനത്തിങ്കലിന്നതിനില്ലൊരു സംശയം മത്സഖേ. സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തു നിന്നമ്പോടു കണ്ടിതു. രാമനെ നീ അവനെന്തു പറഞ്ഞിതു. നീ മുതാ രാമനോടെന്തൊന്നു ചൊന്നതും. യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിടം മുതാ കാട്ടിത്തരികെന്നു കേട്ടു ഗുഹൻ തഥാ. വാട്ടമില്ലാതൊരു സന്തോഷചേതസ ഭക്തൻ ഭരതനത്യുത്തമൻ എന്നു തൻ ചിത്തെ നിരൂപിച്ചുടൻ നടന്നിടിനാൻ. എത്ര സുപ്തോ നിശി രാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനാൻ. കണ്ടാലുമെങ്കിൽ കുശാസ്കൃതം സീതയാ കൊണ്ടൽ വർണ്ണന്തൻ മഹാശയനസ്ഥലം. കണ്ടു ഭരതനം മുക്തബാഷ്പോദകം തൊണ്ട വിറച്ചു സഗദ്ഗതം ചൊല്ലിനാൻ. ഹാ സുകുമാരി മനോഹരി ജാനകി പ്രാസാദമൂർധ്നി സുവർണതൽപസ്ഥലേ കോമളസ്നിഗ്ധധവളാംബരാസ്കൃതേ രാമേണ ശേരേ മഹാസുഖം സാകഥം. ശേരേശകുമയ വിഷ്ടരേ നിഷ്ഠുരേ ഖേദേന സീതാമതീയഗ്രജന്മനാ മദ്ദോഷകാരണാൽ എന്നതു ചിന്തിച്ചു മദ്ദേഹമാശു പരിത്യജിച്ചിടുവൻ. കിൽബിഷകാരിണിയായ കൈകേയി തൻ ഗർഭത്തിൽ നിന്നു ജനിച്ചൊരു കാരണം ദുഷ്കൃതിയായ ദീപാപിയാമെന്നെയും ധിക്കരിച്ചിടിനാൻ പിന്നെയും പിന്നെയും. ജന്മസാഫല്യവും വന്നിതനുജനു നിർമ്മല മാനസൻ ഭാഗ്യവാൻ എത്രയും. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും വ്യഗ്രം വനത്തിനു പോയതവനല്ലോ. ശ്രീരാമദാസദാസന്മാർക്കുദാസനായ ആരൂഢഭക്തി ഉണ്ടേഷ ഞാനും സദാ. നിത്യവും സേവിച്ചു കൊൾവനെന്നാൽ വരും മർത്യജന്മത്തിൻ ഫലമെന്നു നിർണയം. ചൊല്ലു നീ എന്നോടെവിടെ വസതി കൗസല്യാതനയനവിടേക്കു വൈകാതെ ചെന്നു ഞാനിങ്ങു കൂട്ടിക്കൊണ്ടുപോരുവൻ എന്നതു കേട്ടു ഗുഹനു മുര ചെയ്താൻ. മംഗളദേവതാവല്ലഭൻ തങ്കലിന്നിങ്ങനെയുള്ളൊരു ഭക്തിയുണ്ടാകയാൽ പുണ്യവാന്മാരിൽ വെച്ച് അഗ്രേസരൻ ഭവാൻ. നിർണയമെങ്കിലോ കേൾക്ക മഹാമതേ. ഗംഗാനദി കടന്നാലടുത്തെത്രയും മംഗളമായുള്ള ചിത്രകൂടാചലം തന്നികടെ വസിക്കുന്നിതു സീതയാ തന്നെ സോദരനോടും യഥാസുഖം. ഇത്തം ഗുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയസഖേ തർത്തൂമമർത്യ തടീനീയ സത്വരം കർത്തുമുദ്യോഗം സമർത്ഥോ ഭവാദ്യനീ. ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിബുധ നദിയെ കടത്തുവാൻ. ഭൃത്യജനത്തോടുകൂടെ സസംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപണീയുധം. അഞ്ജസാകുലദേശം നിറച്ചിടിനാൻ 500 തോണി വരുത്തി നിരത്തിനാൻ. ഊറ്റമായൊരു തുഴയുമെടുത്തതിലേറ്റം വലിയൊരു തോണിയിൽ താൻ മുതാ ശത്രുഘ്നനെയും ഭരതനെയും മുനീസത്തമനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പൃഥ്വീശപത്നിമാർ മറ്റുള്ളവരെയും ഭക്ത്യാ തൊഴുതു കരേറി മന്ദം തുഴഞ്ഞസ്തം ഭീത്യ കടന്നേടിനാനാദരാൽ. ഉമ്പർതടീനിയെ കുമ്പിട്ടനാകുലം മുമ്പേ നടന്നിതു വമ്പടയും തഥാ. ശീഘ്രം ഭരദ്വാജ താപസേന്ദ്രാശ്രമം
വ്യാഘ്രഗോവൃന്ദ പൂർണ്ണം വിരോധം വിനാ സംപ്രാപ്യ സംപ്രീതനായ ഭരതനം വൻപടയൊക്കവേ ദൂരെ നിർത്തിയിടിനാൻ. താനുമനുജനുമായുടജാങ്കണേ സാനന്ദമാവേശ്യ നിന്നോരനന്തരം ഉജ്ജ്വലന്തം മഹാതേജസം താപസം വിജ്വരാത്മാനമാസീനം വിധി സമം ദൃഷ്ട്വാ നനാമ സാഷ്ടാംഗം സസോദരം പുഷ്ടഭക്ത്യാ ഭരദ്വാജ മുനീശ്വരം ജ്ഞാത്വാ ദശരഥനന്ദനം ബാലകം പ്രീതൈവ പൂജയാമാസ മുനീന്ദ്രനം. ഹൃഷ്ടവാചാ കുശല പ്രശ്നവും ചെയ്തു ദൃഷ്ട്വാ തഥാ ജടാകൽക്കലധാരിണം തുഷ്ടി കലർന്നരുൾ ചെയ്താനിരന്തടോ കഷ്ടമിക്കോപ്പൂപന്നമല്ലൊട്ടുമേ. രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജ്യനായൊരു നീ എന്തിനായിങ്ങനെ വൽക്കലവും ജഡയും പൂണ്ടു താപസ മുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം വൻപടയോടുമാഹന്ത വനാന്തരെ വന്നതു ചൊല്ലു നീ. ശ്രുത്വാ ഭരദ്വാജവാക്യം ഭരതനുമിത്തം മുനീവരൻ തന്നോടു ചൊല്ലിനാൻ. നിന്തിരു ഉള്ളത്തിലേറാതെ ലോകത്തിൽ എന്തൊരു വൃത്താന്തമുള്ളൂ മഹാമുനേ. എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനി സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ. രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാബ്ജങ്ങളാണ് തപോനിധേ. ഞാനേതുമേയൊന്നറിഞ്ഞീല രാഘവൻ കാനനത്തിനെഴുന്നള്ളുവാൻ മൂലവും കേകയ പുത്രിയാമമ്മതൻ വാക്കായ കാകോള വേഗമേ മൂലമതിനുള്ളൂ. ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ഞാനതീനിപ്പാദപത്മം പ്രമാണം ദയാനിധേ. ശ്രീരാമചന്ദ്രനോ വിഭൃത്യനായി തൽപാദവാരിജയുഗ്മം ഭജിക്കന്നിയേ മമ. മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം മറ്റുമതിനൊഴിഞ്ഞില്ലൊരു കാക്ഷിതം. ശ്രീരാഘവൻ ചരണാന്തികെ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു. പൗരവശിഷ്ടാദികളോടുകൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു. രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ടു പുണ്യനാം ജ്യേഷ്ഠനെ സേവിച്ചുകൊള്ളുവൻ. ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗളാത്മാനമേനം പുണർനീടിനാൻ. ചുംബിച്ചു മൂർച്ഛി സന്തോഷിച്ചരുളിനാൻ. കിംബഹുന വത്സവൃത്താന്തമൊക്കെ ഞാനദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതു. മാനസേ ശോകമുണ്ടാകുല കേൾക്ക നീ. ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം. ഇന്നിനി സൽക്കരിച്ചിടുവൻ നിന്നെ ഞാൻ വൻപടയോടു ഇല്ലൊരു സംശയം. ഊണും കഴിഞ്ഞിങ്ങുറങ്ങി പുലർകാലേ വേണം രഘുനാഥനെ ചെന്നു കുപ്പുവാൻ. എല്ലാം അരുൾ ചെയ്ത വണ്ണം എനിക്കതീനില്ലൊരു വൈമുഖ്യമെന്നു ഭരതനും. കാൽകഴുകി സമാജമ്യ മുനീന്ദ്രനുമേകാഗ്രമാനസനായ ദിവിദ്രുതം ഹോമഗേഹസ്ഥനായി ധ്യാനവും ചെയ്തിതു കാമസുരഭിയെ തക്ഷണേ കാനനം. ദേവേന്ദ്രലോക സമാനമായി വന്നിതു ദേവകളായി ചമഞ്ഞു തരുക്കളും. ദേവവനീതമാരായി ലതകളും ഭാവനാവൈഭവമെത്രയും അദ്ഭുതം. ഭക്തപക്ഷ്യാദിപേയങ്ങൾ ഭോജ്യങ്ങളും ഭുക്തിപ്രസാദനം മറ്റും പലവിധം. ഭോജനശാലകൾ സേനാഗൃഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം. സ്വർണരത്നവ്രാത നിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിന്നു പണിയുണ്ടനന്തരം. കർമ്മണ ശാസ്ത്രദൃഷ്ട്യേന വസിഷ്ഠനെ സമ്മോദമോടു പൂജിച്ചിതു മുമ്പിനാൽ. പശ്ചാത് സൈന്യം ഭരതം സസോദരമിച്ഛാനുരൂപേണ പൂജിച്ചനന്തരം തൃപ്തരായി തത്ര ഭരദ്വാജ മന്ദിരേ സുപ്തരായ രമരാവതി സന്നിഭേ. ഉത്ഥാനവും ചെയ്തു ശശി നിയമങ്ങൾ കൃത്വാ ഭരദ്വാജപാദങ്ങൾ കൂപ്പിനാർ. താപസൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു. ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു
ദൂരെ കിഞ്ചിതന്തികേ മിത്രമായൊരു ഗുഹനും സുമന്ത്രനും ശത്രുഘ്നനും താനുമായി ഭരതനും ശ്രീരാമ സന്ദർശനകാംക്ഷയാ മന്ദമാരാഞ്ഞു നാനാതപോധന മണ്ഡലേ. കാണാഞ്ഞോരോരോ മുനീവരന്മാരോടു താണു തൊഴുതു ചോദിച്ചു മത്യാദരം. കുത്ര വാഴുന്നു രഘുത്തമനത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുതാ. ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാരും അരുൾ ചെയ്തു. ഉത്തര തീരെ സുരസരിതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ ഉത്തമ പുരുഷൻ വാഴുന്നിതെന്നു കേട്ടെത്രയും കൗതുകത്തോടെ ഭരതനും തത്രൈവ ചെന്ന നേരത്തു കാണായി വന്നിതത്യത്ഭുതമായ രാമചന്ദ്രാശ്രമം. പുഷ്പഫലദള പൂർണ്ണവല്ലി തരുഷഷ്പ രമണീയ കാനന മണ്ഡലേ. ആമ്രകദളി ബകുള പനസങ്ങൾ ആമ്രാതകാർജുന നാഗപുന്നാഗങ്ങൾ കേരപൂഗങ്ങളും കോവിതാരങ്ങളും ഏരണ്ട ചമ്പകാശോകതാലങ്ങളും മാലതീ ജാതി പ്രമുഖ ലതാവലീശാലികളായ തമാലസാലങ്ങളും ഭൃംഗാദി നാനാവിഹംഗനാദങ്ങളും തുംഗമതംഗ ഭുജംഗപ്ലവം ഗകൂരംഗാദി നാനാമൃഗവ്രാതലീലയും ഭംഗ്യാ സമാലോക്യ ദൂരെ ഭരതനും വൃക്ഷാഗ്രസംലഗ്നവൽക്കലാലങ്കൃതം. പുഷ്കരാക്ഷാശ്രമം ഭക്ത്യാ വണങ്ങിനാൻ ഭാഗ്യവാനായ ഭരതനതു നേരം മാർഗരജസി പതിഞ്ഞു കാണായി വന്നു. സീതാരഘുനാഥ പാദാരവിന്ദങ്ങൾ നൂതനമായ അതിശോഭനം പാവനം. അങ്കുശാബ്ജധ്വജ വജ്രമത്സ്യാദി കൊണ്ടങ്കിതം മംഗളമാനന്ദമഗ്നനായി വീണുരുണ്ടും പണിഞ്ഞും കരഞ്ഞും തഥാ രേണുതൻ മൗലിയിൽ കോരിയിട്ടിടിനാൻ. ധന്യോഹമിന്നഹോ ധന്യോഹമിന്നഹോ മുന്നം മയാകൃതം പുണ്യപൂരം പരം. ശ്രീരാമപാദപത്മാഞ്ചിതം ഭൂതലമാരാലെനിക്കു കാൺമാൻ അവകാശവും വന്നിതല്ലോ. മുഹൂരിപ്പാദപാംസുക്കൾ അന്വേഷണം ചെയ്തുഴലുന്നിതേറ്റവും. വേദാവുമീശനും ദേവകദംബവും വേദങ്ങളും നാരദാദി മുനികളും ഇത്തമോർത്ഥത്ഭുത പ്രേമരസാപ്ലുത ചിത്തനായ ആനന്ദ ബാഷ്പാകുലാക്ഷനായി മന്ദമന്ദം പരമാശ്രമ സന്നിധൗ ചെന്നു നിന്നൊരു നേരത്തു കാണായിതു സുന്ദരം രാമചന്ദ്രം പരമാനന്ദ മന്ദിരമിന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ദിതമിന്ദിരാ മന്ദിരോരസ്ഥല ഇന്ദ്രാവരജമിന്ദീവരലോചനം. ദുർവാദള നിഭശ്യാമളം കോമളം പൂർവജം നീലനളിനദലക്ഷണം. രാമം ജടാമകൂടം വൽക്കലാംബരം സോമബിംബാഭ പ്രസന്നവക്ത്രാംബുജം. ഉദ്യത്തരുണാരുണായുധ ശോഭിതം വിദ്യുത്സമാംഗിയാം ജാനകിയായൊരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നൊരു വിദ്യോധമാനമാത്മാനമവ്യാകുലം. വക്ഷസി ശ്രീവത്സലക്ഷണമവ്യയം ലക്ഷ്മീനിവാസം ജഗന്മയമച്യുതം. ലക്ഷ്മണ സേവിത പാദപങ്കേരുഹം ലക്ഷ്മണലക്ഷ്യസ്വരൂപം പുരാതനം. ദക്ഷാരിസേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോവിനാശനം രക്ഷാവിചക്ഷണം. ചക്ഷുശ്രവണ പല്യംഗകം കുക്ഷിസ്ഥിതാനേക പത്മജാണ്ഡംബരം. കാരുണ്യപൂർണം ദശരഥ നന്ദനമാരണ്യവാസരസികം മനോഹരം. ദുഃഖവും പ്രീതിയും ഭക്തിയും കൈക്കൊണ്ടു തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനാൻ. രാമനവനെയും ശത്രുഘ്നെയും ആമോദാലെടുത്തു നിവർത്തി സസംഭ്രമം. ദീർഘബാഹുക്കളാൽ ആലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു. ദീർഘനേത്രങ്ങളിൽ നിന്നു ബാഷ്പോദകം
ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്സംഗസീമനി ചേർത്തു പുനരവി വത്സങ്ങളുമണച്ചാനന്ദപൂർവകം തത്സംഗമേറെയുള്ളൊരു സൗമിത്രിയം തത്സമയേ ഭരതാംഘ്രികൾ കൂപ്പിനാൻ ശത്രുഘ്നനു മതിഭക്തി കലർന്നു സൗമിത്രിതൻ പാദാംബുജങ്ങൾ കൂപ്പിയിടിനാൻ ഉഗ്രതൃഷാർത്തമാരായ പശുകുലമഗ്രേ ജലാശയം കണ്ട പോലെ തഥാ വേഗേന സന്നിധൗ ചെന്നാശു കണ്ടിതു രാഘവൻ തൻ തിരുമേനി മനോധൃതം രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനം എത്രയോ മാർത്തി കൈക്കൊണ്ടു കൗസല്യം പുത്രനു ബാഷ്പധാരാഭിഷേകം ചെയ്തു ഗാഠമാശ്ലിഷ്യ ശിരസി മുകർന്നുടനൂഢമോദം മുലയം ചുരന്നു തഥാ അന്യരായുള്ളൊരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാനാദരാൽ ലക്ഷ്മണൻ താനും ഔവണ്ണം വണങ്ങിനാൻ ലക്ഷ്മി സമയായ ജാനകി തന്നെയും ഗാഠമാശ്ലിഷ്യ കൗസല്യാദികൾ സമാരൂഢഖേദം തുടച്ചിടിനാൻ കണ്ണുനീർ തത്ര സമാഗതം ദൃഷ്ട്വാ ഗുരുവരം ഭക്ത്യാ വസിഷ്ഠം സാഷ്ടാംഗമമ്മാറുടൻ നത്വാ രഘുത്തമനാശു ചൊല്ലിയിടിനാൻ എത്രയും ഭാഗ്യവാൻ ഞാനെന്നു നിർണയം താതനു സൗഖ്യമല്ലി നിജമാനസേ ഖേദമുണ്ടോ പുനരെന്നെ പിരികയാൽ എന്തോന്നു ചൊന്നതെന്നോടു ചൊല്ലിയിടുവാൻ എന്തു സൗമിത്രിയെ കൊണ്ടു പറഞ്ഞതും രാമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനും ധീമതാം ശ്രേഷ്ഠ താതോദന്തമാശു കേൾ നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും ദുഃഖിച്ചു രാമരാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു ദേവലോകം ചെന്നു പുക്കാൻ അറിക നീ ദേവഭോഗേന സുഖിപ്പൂ വസി സന്തുഷ്ടനായി കർണശൂലാഭം ഗുരുവചനം സമാകർണ്യ രഘുവരൻ വീണിതു ഭൂമിയിൽ തക്ഷണമുച്ചേർ വിലാപിച്ചിതേറ്റവും ലക്ഷ്മണനോടും ജനനീ ജനങ്ങളും ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളുമൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ ഹാ താത മാം പരിത്യജ്യ വിധിവശാലേതൊരു ദിക്കിനു പോയിരയ്യോ ഭവാൻ ഹതോഹ മനാഥോസ്മി മാമിനി സ്നേഹേന ലാളിപ്പിതാരാൻ ആരനുവാസരം ദേഹമിനി ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ മോഹമെനിക്കിനിയില്ല ജീവിക്കയിൽ സീതയും സൗമിത്രിതാനും അവണ്ണമേ രോദനം ചെയ്തു വീണിടിനാർ ഭൂതലേ തദ്ദശായാം വസിഷ്ഠോക്തികൾ കേട്ടവർ ഉൾത്താപമൊട്ടു ചുരുക്കി മരുവിനാർ മന്ദാകിനിയിലിറങ്ങി കുളിച്ചവർ മന്ദേതരമുദകക്രിയയും ചെയ്താർ പിണ്ടം മധുസഹിതെങ്കുതി സൽഫല പിണ്യാക നിർമ്മിതാന്നം കൊണ്ടുവച്ചിതു യാതൊരന്നം താൻ ഭുജിക്കുന്നതു മധുസാദരം നൽകൂ പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്തതിഖേദേന പിണ്ടദാനാനന്തരം തഥാ സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തഥ സ്നാനാദനന്തരം പ്രാപിച്ചിതാശ്രമം അന്നുപവാസവും ചെയ്തിതെല്ലാവരും വന്നുദിച്ചിടിനാൻ ആദിത്യദേവനും മന്ദാകിനിയിൽ കുളിച്ചുത്തു സന്ധ്യയും വന്ദിച്ചു പോന്നാശ്രമേ വസിച്ചിടിനാർ. ഭരതരാഘവ സംവാദം. അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകവാക്യം ചെവി തന്നു കേൾക്കണം. ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതു കൊണ്ടിനി വൈകാതെ ചെയ്യുക വേണം അഭിഷേകവും പാലനം ചെയ്യുക രാജ്യം തവ പൈത്ര്യം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതി ശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം അശ്വമേധാദിയും ചെയ്തു കീർത്തിയാ ചിരം വിശ്വമെല്ലാം പരത്തി കുലതന്തവേ. പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജ പുത്രങ്കലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസം അത്ഭുത വിക്രമ.
നാഥ പ്രസീദമേ. മാതാവു തന്നെ ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുതു ദയാനിധേ. ഭ്രാതാവു തന്നെ പാദാംബുജം ശിരസ്യാദായ ഭക്തി പൂണ്ടിത്തമരുൾ ചെയ്തു. ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും. ഉത്ഥാപ്യ രാഘവൻ ഉത്സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിയിടിനാൻ. മദ്വാക്യമത്ര കേട്ടാലും കുമാര നീ യത്വയോക്തം മയാ തത്തഥൈവ ശ്രുതം. താതനെന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴെന്നു ചൊല്ലിനാൻ. പിത്രാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം. ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കും ഇത്താത നിയോഗമനുഷ്ഠിക്കുകയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഭൂതലേ. ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ. രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും. കാമുകനായ താതൻ മൂഢമാനസൻ, സ്ത്രീജിതൻ ഭ്രാന്തൻ ഉന്മത്തൻ, വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ. ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ. മന്നവനായി ഭവാൻ വാഴുക മടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ഭൂമി ഭർത്താ പിതാ നാരീജിതനല്ല, കാമിയുമല്ല, മൂഢാത്മാവുമല്ല കേൾ. താതന സത്യഭയം കൊണ്ടു ചെയ്തതിനേതുമേ ദോഷം പറയരുതോർക്ക നീ. സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിടൂ അസത്യത്തിൽ മാനസേ. എങ്കിൽ ഞാൻ വാഴ്വൻ വനേ നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക. സോദരനിത്തം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ താനും അരുൾ ചെയ്തു. രാജ്യം നിനക്കും എനിക്കു വിപീനവും പൂജ്യനാം താതൻ വിധിച്ചതു മുന്നമേ. വ്യത്യയമായി അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം. എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ ഒരുവൻ കാനനത്തിന് വരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ. നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പ നിത്യേവമാത്മനി നിശ്ചയിച്ചന്തികേ. ദർഭ വിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു പുക്കു ഭരതനും. നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തദ്ബോധനാർത്ഥം നയനാന്ത സംജ്ഞയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും. ചെന്നു കൈകേയി സുതനോട് ചൊല്ലിനാൻ. മൂഢനായിടൊല കേൾക്ക നീയെങ്കിലോ ഗൂഢമായൊരു വൃത്താന്തം നൃപാത്മജ. രാമനാകുന്നതു നാരായണൻ പരൻ, താമര സോത്ഭവൻ അർത്ഥിക്ക കാരണം. ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു. രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ. യോഗമായ ദേവിയായതു ജാനകി, ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ. ലോകമാതാവും പിതാവും ജനകജ, രാഘവന്മാരെന്നറിയുക വഴി പോലെ. രാവണനെ കൊൽവതിന്നു വനത്തിനു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ. മന്ധരാവാക്യവും കൈകേയി ചിത്തനിർബന്ധവും ദേവകൃതമെന്നറിയുക നീ. ശ്രീരാമദേവ നിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക. കാരണ പുരുഷാനുജ്ഞയാ സത്വരം നീ രാജധാനിക്കു പോക മടിയാതെ. മന്ത്രികളോടും ജനനീജനത്തോടും അന്തമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്നയോധ്യാപുരി പുക്കു വസിക്ക നീ. വന്നിടും അഗ്രജൻ താനും അനുജനം. ദേവിയും 7 സംവത്സരാവധൗ രാവണൻ തന്നെ വധിച്ചു സപുത്രകം. ഇത്തം ഗുരുക്തികൾ കേട്ടു ഭരതനും. ചിത്തെ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു. ഭക്ത്യാ രഘുത്തമ സന്നിധൗ സാദരം ഗത്വാ മുഹുർനമസ്കൃത്വാ സസോദരം
പാതുകാം ദേഹി രാജേന്ദ്ര രാജ്യായ തേ പാദബുദ്ധ്യാ മമ സേവിച്ചുകൊള്ളുവൻ. യാവത്തവാഗമനം ദേവദേവ മേ താവദേവാനനാരദം ഭജിച്ചിടുവൻ. ഇത്തം ഭരതോക്തി കേട്ടു രഘുത്തമൻ പൊൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും. ഉത്തമരത്ന വിഭൂഷിത പാതുകാമുത്തമംഗേ ചേർത്തു രാമനരേന്ദ്രനെ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുത്ഥായ വന്ദിച്ചു ചൊന്നാൻ സഗദ്ഗദം. മന്വബ്ദപൂർണേ പ്രഥമദിനേ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യ ദിവസമുഷസി ജ്വലിപ്പിച്ച വന്നിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചമ്പോട് ചൊല്ലിനാൻ. അങ്ങനെ തന്നെയൊരന്തരമില്ലതിനങ്ങു ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും. മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ടാരൂഢമോദേന കൊണ്ടുപോയിടിനാർ. ശൃംഗിവേരാധിപനായ ഗുഹനെയും മംഗളവാച പറഞ്ഞയച്ചിടിനാൻ. മുൻപിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ പിമ്പേ പെരുമ്പടയും നടകൊണ്ടിതു. കൈകേയിദാനം സുതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹാനുവാദേന നാലംഗപ്പടയോടുകൂടെ കുമാരന്മാർ ചെന്നയോധ്യാപുരി പുക്കു. രഘുവരൻ തന്നെയും ചിന്തിച്ചനുദിനം ഭക്ത്യാ വിശുദ്ധ ബുദ്ധ്യാ പുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും. താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നനും വ്രതത്തോടുടൻ ചെന്നു നന്ദി ഗ്രാമമൻപോടു പുക്കിതു. വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം. പാതുകം വെച്ചു സിംഹാസനേ രാഘവ പാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചുകൊണ്ട് അന്തികെ സേവിച്ചു നിന്നാരിരുവരും. നാനാമുനീജന സേവിതനായൊരു മാനവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും മനുജനോടും മുതാ മാനസാനന്ദം കലർന്നു ചില ദിനം. ചിത്രകൂടാചലേ വാണോരനന്തരം ചിത്തെ നിരൂപിച്ചുകൊണ്ടു രഘുവരൻ മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നുവെന്നെത്തൂമിവിടെയിരുന്നാരിനിയുടൻ സത്വരം ദണ്ഡകാരണ്യത്തിനായിക്കൊണ്ടു ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും. ഇത്തം വിചാര്യ ധരിത്രി സുതയും അത്യുത്തമനായ സൗമിത്രിയുമായി തഥാ തത്യാജ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരെ. അത്രിതന്നാശ്രമം പുക്കു മുനീന്ദ്രനെ ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥനും. രാമോഹമദ്യധന്യോസ്മി മഹാമുനേ ശ്രീമൽ പദം തവ കാണായ കാരണം. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷദൻ എന്നതറിഞ്ഞു മുനീന്ദ്രനും. പൂജിച്ച് തർക്യപാദ്യാദികൾ കൊണ്ടു തം രാജീവലോചനം ഭാര്യാന്വിതം ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോടു. ചൊല്ലെഴുമെന്നുടെ പത്നിയുണ്ടത്ര കേൾ. എത്രയും വൃദ്ധ തപസ്വിനിമാരിൽ വെച്ചുത്തമയായ ധർമ്മജ്ഞാതബോധന പർണശാലാന്തർഗൃഹേ വസിക്കുന്നിതു ചെന്നു കണ്ടാലും ജനക നൃപാത്മജേ എന്നതു കേട്ടു രാമാജ്ഞയാ ജാനകി ചെന്നനസൂയാപദങ്ങൾ വണങ്ങിനാൾ. വത്സേ വരീകരികെ ജനകാത്മജേ സൽസംഗമം ജന്മസാഫല്യമോർക്ക നീ. വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു തൽസ്വഭാവം തെളിഞ്ഞു മുനി പത്നിയും. വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായ ദുകൂലവും കുണ്ടലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥ അനുസൂയ നൽകിയിടിനാൾ. നന്നു പാതിവ്രത്യമാശ്രിത്യ രാഘവൻ
തന്നോടുകൂടെ നീ പോന്നതും ഉത്തമം. കാന്തി നിനക്കു കുറയായി ഒരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും. ചെന്നു മഹാരാജധാനീയകമ്പുക്കു നന്നായി സുഖിച്ചു സുചിരം വസിക്ക നീ. ഇത്തം അനുഗ്രഹം കൊടുത്താദരാൽ ഭർത്തൃരഗ്രേ ഗമിക്കുന്നയച്ചീടിനാൾ. മൃഷ്ടരായി മൂവരെയും ഭുജിപ്പിച്ചഥ തുഷ്ടീകലർന്നു തപോധനനത്രിയും. ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹോ നാരായണനായതെന്നറിഞ്ഞേനഹം. നിൻ മഹാമായ ജഗത്രയവാസിനാം സമ്മോഹകാരിണിയായതു നിർണയം. ഇത്തരമത്രി മുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രൗ വസിച്ചു രഘുനാഥനും. ദേവനുമാദേവിയോടരുളി ചെയ്തിദേവമെന്നാൾ കിളിപ്പൈതലക്കാലമേ. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അയോധ്യാകാണ്ഡം സമാപ്തം. ശ്രീരാമചന്ദ്രായ നമഃ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീഹരേ നമഃ. ശ്രീരാമചന്ദ്രായ നമഃ.